അയ്യപ്പൻ കോവിലിൽ ഭക്തരുടെ അരനൂറ്റാണ്ടായുള്ള ആഗ്രഹത്തിന് സാഫല്യമായി. 1974 തകർക്കപ്പെട്ട ക്ഷേത്രം പുനർനിർമ്മിക്കുവാൻ 51 വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടിവന്നു. അയ്യപ്പൻ കോവിലിൽ അധിപനായി വില്ലാളി വീരൻ തല ഉയർത്തിയതോടെ ദേശത്തിന്റെ അധിപനായി മാറി. മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 18 ശാസ്താക്ഷേത്രങ്ങളിൽ പഞ്ചമഹാക്ഷേത്രങ്ങൾ എന്ന് പുകഴ്പെറ്റ ആര്യങ്കാവ്, അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ, ശബരിമല, അയ്യപ്പൻ കോവിൽ എന്നാണ് സങ്കല്പം. ഇത് അയ്യപ്പൻ കോവിൽ ക്ഷേത്രം പല കാരണങ്ങളാലും തകർക്കപ്പെട്ടു. ക്ഷേത്രം ഉയർത്തുക എന്ന ഭക്തരുടെ ആഗ്രഹമായി തുടർന്നിരുന്നു. പുണ്യനദിയായ പെരിയാർ വലം ചുറ്റിയൊഴുകുന്ന ഭഗവാന്റെ പുണ്യസങ്കേതമായ അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം തകർക്കപ്പെട്ടപ്പോഴും ഭക്താനുഗ്രഹ ദായകനായ ഭഗവാന്റെ ചൈതന്യം പൂർവാധിക ശക്തിയോടുകൂടി പ്രഭചൊരിഞ്ഞ് ഇവിടെ കുടികൊണ്ടു. ക്ഷേത്രം ഉയർത്തിപ്പണിയണമെന്ന ഭക്തരുടെ ആഗ്രഹം ഇപ്പോൾ സഫലമായിരിക്കുകയാണ്. ഭഗവാന്റെ പഞ്ചലോക വിഗ്രഹവും പ്രതിഷ്ഠിക്കാൻ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത് 10,000-കണക്കിന് ഭക്തജനങ്ങളാണ്. കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നാണ് ഭക്തജനങ്ങൾ അയ്യപ്പൻ കോവിലിൽ പ്രതിഷ്ഠയ്ക്കായി എത്തിയത്. അയ്യപ്പൻ കോവിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് ഇന്ന് നടന്നത്. ഈ ദേശത്തിൻ്റെ ഒരു വലിയ സാഫല്യം. ശരിക്കും ഇവിടുത്തെ അയ്യപ്പൻ കോവിൽ നിവാസികളുടെ ജന്മസാഫല്യം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അത്ര ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇവിടെ നമ്മൾ നിൽക്കുന്നത്. വളരെ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം മാളികപ്പുറത്തിൻ്റെ പ്രതിഷ്ഠ, ഉപദേവന്മാരുടെ പ്രതിഷ്ഠാ കർമ്മങ്ങളെല്ലാം വളരെ ഭംഗിയോടുകൂടി ഇവിടെ നടന്നിരിക്കുകയാണ്. ക്ഷേത്രം പുനർനിർമ്മിച്ച് അവിടെ പ്രതിഷ്ഠാദി കർമ്മങ്ങൾ, പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാദി കർമ്മങ്ങളെല്ലാം യഥാവിധി നടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ഇനിയും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും മുഴുവൻ ഭക്തജനങ്ങളുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ച് ഇവിടുത്തെ പ്രതിഷ്ഠാദി കർമ്മങ്ങൾ നിർവഹിച്ചത്. അത് ഇനിയും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. അരനൂറ്റാണ്ടിനു മുമ്പുണ്ടായിരുന്ന ക്ഷേത്രത്തെക്കാൾ വിപുലമായ ക്ഷേത്രമാണ് ഭക്തർക്കായി ക്ഷേത്രം ഭരണസമിതി നിർമ്മാണം പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തിയത്. പ്രഭചൊരിഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ വിഗ്രഹം ഏതൊരാളിനും കുളിർമയാകും. പ്രധാന ശ്രീകോവിലും ഉപദേവതകൾക്കുമായി നിർമ്മിച്ച ശ്രീകോവിലുകളും ഉയർത്തി നിർമ്മിച്ചതിനാൽ ഇനി ഇവിടെ പൂജ മുടങ്ങില്ല. ക്ഷേത്രം പ്രസിഡന്റ് ഷാജി കന്നിലത്തിന്റെയും സെക്രട്ടറി MS പ്രശാന്ത് മാനുമൊഴിയുടെയും നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ദീർഘവീക്ഷണവും ആത്മാർത്ഥമായ പരിശ്രമവും ഭക്തരുടെ പ്രാർത്ഥനയുമാണ് ഫലം കണ്ടത്. ക്ഷേത്രം ഉയർന്നു കഴിഞ്ഞിട്ടും എതിർക്കാൻ പല കോണുകളിൽ നിന്നും ശ്രമവും ഉണ്ടാവുന്നുണ്ട്. എങ്കിലും ഇനി ഈ ക്ഷേത്രത്തെ തകർക്കാനാവില്ലെന്ന് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.